കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ. കേസിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സൈദ വ്യക്തമാക്കുമ്പോൾ കേസിൽ സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോപിച്ച മുസ്ലിം ലീഗും രംഗത്തെത്തി. റിയാസ് മൗലവി വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വിചാരണ കോടതിയുടെ വാദങ്ങൾ ദുർബലമാണെന്നും പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. ഇതിന് പിന്നാലെയാണ് മൗലവിയുടെ ഭാര്യ സൈദയും പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചത്. കേസിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സൈദ കോഴിക്കോട് പറഞ്ഞു. പ്രോസിക്യൂഷനായിട്ട് വീഴ്ച പറ്റിയിട്ടായിട്ട് യാതൊരു ഇതുമില്ല, പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രോസിക്യൂഷനെ കമ്മിറ്റിക്കാരായിട്ട് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായിട്ടാണ് ഇവിടെ വന്നിട്ട് അത്ര ദൂരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെയും ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ഇടണമെന്നിട്ട് ഈ ഷജിത് സാറിനെ ഏൽപ്പിച്ചത്. ഇതിനിടെ കേസിൽ സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി ആരോപിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് ടി ഷാജിദ് ഗുരുതരമായ ക്രിമിനൽ കേസിൽപ്പെട്ടയാളാണെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി ആരോപിച്ചു. ഈ പ്രോസിക്യൂട്ടർ പ്രതിപക്ഷ നേതാവിനെതിരെ ഭയങ്കര നാടകീയമായ ബോഡി ലാംഗ്വേജിലൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അയാൾക്കത് പ്രതികരിക്കാനുള്ള റൈറ്റ് എന്താണ്? അയാളുടെ പേരിലൊരു ചീറ്റിംഗ് കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്, സ്റ്റേയിഡാണത്. അതും റീസൺലി ഞാൻ പറഞ്ഞല്ലോ 17/4/2024 കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരാളാണ് ഈ പ്രോസിക്യൂട്ടർ എന്നിരിക്കെ അതെന്തോ ആവട്ടെ, അത് അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ പലരുടെ പേരിലുണ്ടാവും. പക്ഷേ ഒരു ഗവൺമെൻറ് ഈ വിഷയത്തിൽ അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു പ്രോസിക്യൂട്ടറെ ഇതിൻ്റെ പ്രോസിക്യൂഷൻ പ്രക്രിയകൾക്ക് വേണ്ടി എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. കേസിൽ ഇപ്പോൾ CPM നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ഷാജി ആരോപിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.